ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ വീണ്ടും അങ്ങനെ നമ്മളൊരു ട്രെയിലർ റിയാക്ഷൻ വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ, നമ്മുടെ തല അജിത് കുമാർ അഭിനയിക്കുന്ന പുതിയ പടമായിട്ടുള്ള ഗുഡ് ബാഡ് അഗ്ലിയുടെ ട്രെയിലർ അങ്ങനെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്. കഴിഞ്ഞ പടത്തിനൊക്കെ വൻ പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷയ്ക്ക് അസ്ഥാനത്തിലായി പോയായിരുന്നു. ഈ പടത്തിന് അതുകൊണ്ട് ഞാൻ ഒരു എക്സ്പെക്ടേഷൻ വെക്കുന്നില്ല. പക്ഷേ എന്നാൽ പോലും ചെറിയൊരു പ്രതീക്ഷയുണ്ട് ഗൈസ്, പടം നന്നായിരിക്കും എന്നുള്ളത്. സോ ലെറ്റ്സ് വാച്ച് ദ ട്രെയിലർ ഓഫ് ഗുഡ് ബാഡ് അഗ്ലി ഗൈസ്. മൈത്രി മൂവി ഇത് അർജുൻ ദാസ്, തൃഷ, പ്രഭു, ചക്കി ഷറാഫ്, ഷൈൻ ടോം ചാക്കോ. സോ അപ്പോൾ അർജുൻ ദാസ് ആണോ ഗൈസ് ഇതിനകത്ത് മെയിൻ വില്ലൻ? ജി വി പ്രകാശ് മ്യൂസിക്. എൻ്റെ അളിയോ ചെറുപ്പം. പുള്ളിയുടെ ട്രാൻസ്ഫോർമേഷൻ കണ്ട ഒരു യങ് ഏജ് ആയിട്ടുള്ളത്. ഓ പളേ ഈ ഡയലോഗ് വേറെ ഏത് പടത്തിനകത്തായിരുന്നു? ഏതോ പടത്തിനകത്ത് അജിത്ത് വന്നിട്ടുണ്ടല്ലോ ഈ ഡയലോഗ്. கார்ல இருந்து நடு ரோட்ல தள்ளி விட்டதே அவதான். தம் எனக்காக விட்டேன், சரக்கு என் வைஃப்காக விட்டேன், வயலன்ஸ் என் பையனுக்காக விட்டேன். ஆனா என் பையனுக்கு ஒண்ணுனா ഓക്കെ. അപ്പോൾ നമ്മുടെ പൃഥ്വിരാജിൻ്റെ യങ് ഏജ് അഭിനയിച്ച ആ പയ്യൻ, കാർത്തിക് എന്തോ പയ്യൻ്റെ പേര്. അപ്പോൾ ആ പയ്യനാണ് ഇതിനകത്ത് അജിത് കുമാറിൻ്റെ മകനായിട്ട് വരുന്നത്. മൊത്തം തോക്കിൻ്റെ കളിയാണല്ലോ ഇതിനകത്ത്. പുള്ളിയൊരു ഗ്യാങ്സ്റ്ററാ. சார் உங்க கார்டு மேல ஒரு 16 நம்பர் இருக்கும். அந்த 16 நம்பர் கொஞ்சம் சொல்றீங்களா சார்? அவன் பயத்துக்கே பயம் காட்டுறவன். கை இருக்கும், கால் இருக்கும், மூக்கு இருக்கும், மொழி இருக்கும், ஆனா அவசரம் இருக்காது. ஆனா உயிர். എന്തോ കാറാണ് അത്. സിമ്രൻ ഏപ്രിൽ 10 കിഡിലോസ്കി ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഒരു പ്രതീക്ഷയൊക്കെ വരുന്നുണ്ട്. പക്ഷേ വിടാമുയർച്ചി പോലെയൊക്കെ വിടാമുയർച്ചി അത്ര ബോറ് പടമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാൽ പോലും നമ്മളൊരു പ്രതീക്ഷ വെച്ച് പോയിട്ട് ആ പ്രതീക്ഷയ്ക്ക് ഒത്തൊരു പടമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിടാമുയർച്ചി പോലെ ആയി പോകല്ലേ എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം, അജിത്തിൻ്റെ എനിക്കത് ലാസ്റ്റ് പടമായിരിക്കും. ഐ മീൻ പുതിയ പടങ്ങളൊന്നും പുള്ളി കമ്മിറ്റ് ചെയ്തിട്ടില്ല. പുള്ളി ഇപ്പോൾ റേസിംഗ് കാര്യങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കുറച്ചൊന്ന് ഗ്യാപ്പ് വരും എന്തായാലും അടുത്തൊരു പടം. സോ അതുവരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു പടമാണ് ഗുഡ് ബാഡ് അഗ്ലി. പിന്നെ അതുപോലെ തന്നെ ആക്ച്വലി 10 ആണല്ലോ പടം ഇറങ്ങുന്നത്. അപ്പോൾ അന്ന് 4 പടം ഇറങ്ങുന്നുണ്ട്. ആലപ്പുഴ ജിംഖാന, മരണമാസ്, ബസൂക, പിന്നെ ഈ പടം ഗുഡ് ബാഡ് അഗ്ലി. എങ്ങനെയാണ് 4 പടം കൂടെ കണ്ടു തീർക്കുന്നത്? ഒരു പിടുത്തമില്ല. നിങ്ങൾ ഈ 2 പടം വെച്ചൊക്കെ ഇറക്കി വരും. അതായത് ഈ ആഴ്ച 2 പടം, അതിൻ്റെ അടുത്ത ആഴ്ച 2 പടം, അങ്ങനെ ഇറക്കുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കാണാമായിരുന്നു. ഈ 4-5 പടങ്ങളൊക്കെ ഒറ്റ ദിവസം തന്നെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ തിയേറ്ററിൽ ആൾ കയറാനാണ്? ഞാൻ തന്നെ മാക്സിമം ഒരു 3 പടം അത് തന്നെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് കിളിയും കിളിക്കൂടും ഒക്കെ പറന്നു പോകുന്ന അവസ്ഥയാണ്. ബാക്കിയൊന്നും അറിയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ വേറെ ടോപ്പിക്കിലേക്ക് പോയി. സോ അപ്പോൾ ഗുഡ് ബാഡ് അഗ്ലി ഒരു പ്രോമിസിങ് പടമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം ഇത് മാർക്ക് ആൻ്റണി, നിങ്ങളെല്ലാവരും കണ്ടായിരിക്കും വിശാലിൻ്റെ മൂവി. ആ പടം ഡയറക്റ്റ് ചെയ്ത ആൾ തന്നെയാണ് ഈ പടം ഡയറക്റ്റ് ചെയ്യുന്നത്. സോ ഈ അജിത്തിൻ്റെ നല്ല കിഡിലോസ്കായിട്ടുള്ള ഒരു സ്വാഗ് പെർഫോമൻസ് സ്റ്റൈലൊക്കെയാണ് എനിക്ക് ട്രെയിലറിൽ കാണാൻ സാധിച്ചത്. അത് പടത്തിലും മുഴുനീളം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പൊളിച്ചേനെ, കുറച്ചധികം പൊളിച്ചേനെ. ഒരു ഫാൻ ബോയ് മൂവി എന്നുള്ള രീതിക്ക് വേണമെങ്കിൽ നമുക്ക് ഈ മൂവിയെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ നല്ലൊരു പടമായിരിക്കട്ടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. ടാറ്റാ.